നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ്. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്നത് സുഭാഷിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല നിധിക്ക് സുധീഷിനുമൊക്കെ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് വന്നാലും സുഭാഷിനെ കുറിച്ചൊരു വിവരവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവരവരുടേതായ രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ നികേഷിൻ്റെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് സഹിച്ചില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നികേഷ് കൈവിട്ട് പോകുന്നൊരു ചിന്ത നീതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് വന്ന് സുധീഷിനോട് പറഞ്ഞു, സുധീഷെ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ നികേഷ് ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലിരിക്കണേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ സമനില തെറ്റുമെന്നാണ് തോന്നിയെന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിധിയടുത്തി? അല്ല എവിടെയെങ്കിലും പോയി അന്വേഷിച്ച്, അല്ല ഈ രാത്രി സമയത്ത് ഇനി എവിടെ പോയി അന്വേഷിക്കാനായിട്ടാ? അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം പോയി അന്വേഷിച്ചു. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തില്ലേ? ആ സമയത്ത് ഭാസ്കരൻ അങ്ങോട്ട് വന്നു. ഭാസ്കരൻ വന്നിട്ട് പറഞ്ഞു, അല്ല ഇത്രയൊക്കെ അന്വേഷിച്ചിട്ട് അവനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ലോ. എനിക്ക് തോന്നുന്നത് മിക്കവാറും അവന് ആ അവിനാശിൻ്റെ വീട്ടിൽ കാണുമെന്ന് പറഞ്ഞു. അവിനാശിൻ്റെ വീട്ടിലോ? അതേന്നേ, മിക്കവാറും ആ ബംഗാളിയുടെ വീട്ടിൽ കാണും. അവിടെയാ ഉണ്ടാവാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അവിടെ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ പേരെന്താ ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നീതി പറഞ്ഞ് ചാന്ദിനി. മിക്കവാറും അവളെ അടിച്ചെടുത്തോണ്ട് പോയോന്നും അറിയത്തില്ല. മിക്കവാറും അവളുടെ കൂടെ അവൻ താമസം തുടങ്ങി കാണുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ അനാവശ്യം പറയരുത്, അച്ഛനാന്ന് ഞാൻ നോക്കത്തില്ല എന്ന് പറഞ്ഞു. എടാ നീ അതിനെന്നെ ചാടിക്കടിക്കാൻ വന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യേ, അവിടെ ഒന്ന് പോയി നോക്ക്. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഞാൻ അതിന് അവിനാശനോട് ചോദിച്ചതാ. അയാൾ പറഞ്ഞേ സുഭാഷ് എന്നെ കണ്ടില്ലെന്നാ പറഞ്ഞേ. എടപ്പാർച്ചിലൊക്കെ അങ്ങനെ പറയും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. മിക്കവാറും അവളെ കൊണ്ട് ഒളിച്ചോടി കാണും അവന്. അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വല്ല ബംഗാളിലോ ബീഹാറിലോ അവൻ്റെ വീട് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി തപ്പിയാൽ മതി. അതും പറഞ്ഞിട്ട് ഭാസ്കരനോട് ഇരിക്കുമ്പോഴത്തേനും നീതി സുധീഷിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സുധീഷെ ഒരു കാര്യം ചെയ്യുക, ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക്. ചിലപ്പോൾ അവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ലോ. സുധീഷ് പറഞ്ഞു, ഞാൻ ചോദിച്ച എന്നാലും സാരമില്ല. അങ്ങനെ ഒടുവിൽ സുധീഷ് ബൈക്ക് കൊടുത്തിട്ട് നേരെ അവിനാശിൻ്റെ വീട് ലക്ഷ്യമാക്കി പോകണം. അപ്പം ഇതിനു മുമ്പ് അവിടെ ഒരു തവണ പോയിട്ടുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്ന എവിടെയാ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സുധീഷിന് അറിയായിരുന്നു. അങ്ങനെ സുധീഷ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നിധിക്കൊക്കെ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ കാണണേന്നൊരു പ്രാർത്ഥന. അപ്പോൾ ഹരീഷിനോട് വരണ്ടാന്ന് പറഞ്ഞു. കാരണം ഹരീഷ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നികേഷ് ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുവാണല്ലോ. അതുകൊണ്ടാണ് ഹരീഷിനോട് വരണ്ടാന്ന് പറഞ്ഞത്. അവിനാശിൻ്റെ വീട്ടിലേക്ക് എന്ന് അവിടുത്തെ കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവിനാശ് ഇറങ്ങി വന്നു. സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിനാശ് ആകപ്പാടെ ഒന്ന് പേടിച്ചു പോയി. പെട്ടെന്ന് സുധീഷ് ചോദിച്ചു, അവിനാശെ സുഭാഷേനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ? എന്തേലും അറിയാമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് പിന്നെ എന്നൊക്കെ പറയണ സമയത്താണ് അകത്തുനിന്ന് സുഭാഷിൻ്റെ സംസാരം. സുഭാഷ് ചാന്ദിനിയോട് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം. പെട്ടെന്ന് സുധീഷ് അവിനാശിനെ തള്ളി മാറ്റി അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു. അടുക്കളയിൽ സുഭാഷ് ഇരിക്കുന്നു. ഒരു കസാലിൽ സുഭാഷ് ഇരിക്കുകയാണ്. ആ സമയത്ത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് സുഭാഷിന് ചാന്ദിനി. സുഭാഷാണ് അത് കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. സുഭാഷിന് കഴിക്കാൻ പോലും തോന്നില്ല. അപ്പോഴേക്കും ചാന്ദിനി പറഞ്ഞു, കഴിക്കാൻ പറഞ്ഞു. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഇപ്പം എൻ്റെ അനുജന്മാരൊന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്നെക്കുറിച്ചുള്ള ചിന്തകളിലായിരിക്കും. നല്ല ടെൻഷൻ കാരണം അവർക്ക്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴത്തേനും സുഭാഷയുടെ ഒരൊറ്റ വിളിയായിരുന്നു സുധീഷ്. ആ വിളി കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷ് പെട്ടെന്ന് ഞെട്ടി നോക്കി. സുധീഷിനെ കണ്ടുകഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അന്താളിപ്പ്. സുധീഷ് ഓടി അങ്ങോട്ട് എന്ന് സുഭാഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. സുഭാഷ് ചേട്ടാന്നും പറഞ്ഞുകൊണ്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് സുധീഷ് ചോദിച്ചു, എന്ത് പരിപാടിയാണ് സുഭാഷ് ചേട്ടാ കാണിച്ചേ? ഞങ്ങളോട് ആരോടും ഒരു വാക്ക് പോലും പറയാതെ. എന്നാലും ഇത് കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ? ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു. എടാ അത് പിന്നെ നിനക്കറിയാലോ, എൻ്റെ ജാതകദോഷം കൊണ്ടാണ് അവിടെ പെണ്ണുങ്ങൾ വാഴാത്തെന്നല്ല പറയുന്നത്. ഒരു പക്ഷേ എൻ്റെ അമ്മയും അല്ല നമ്മുടെ അമ്മയും അതുപോലെ തന്നെ ഇപ്പം എൻ്റെ കല്യാണം, പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ കൂടെ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുന്നതിന് എല്ലാത്തിനും കാരണം ഞാനായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചേ. ചേട്ടനാന്ന് ഞാൻ നോക്കത്തില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് സങ്കടവും ദേഷ്യം വരുന്നുണ്ട്. വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് ഓർത്തോ? എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. നിധിയാണെങ്കിലും അതെ, നികേഷാണെങ്കിലും അതെ. നികേഷിൻ്റെ കാര്യം അറിയാവുന്നതല്ലേ? സുഭാഷേട്ടനില്ലാതെ അവൻ ഇന്ന് വരെ ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടുണ്ടോ? എന്നിട്ടാണോ സുഭാഷേട്ടൻ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ വരാൻ നോക്ക്. എടാ ശരിയാകത്തില്ല, ഞാൻ വരുന്നില്ല. വരുന്നില്ലാന്നോ?
മര്യാദയ്ക്ക് വന്നോണം, അല്ലെ കയ്യെ പിടിച്ച് കെട്ടിയിട്ടോണം ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. സുഭാഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ചാന്ദിനി പറഞ്ഞ് ചപ്പാത്തി കഴിക്കാൻ പറഞ്ഞു. ചപ്പാത്തി ചപ്പാത്തിയും വേണ്ട, ഒന്നും വേണ്ട, അവിടെ ബാക്കിയുള്ള എല്ലാം പട്ടിണി ഇരിക്കുമോ രാവിലെ തൊട്ട് അറിയാവോ. പെട്ടെന്ന് തന്നെ സുധീഷ് നിധിയെ വിളിച്ചപ്പോൾ നിധി ടെൻഷനോട് കൂടി ചോദിച്ചു, എന്തെങ്കിലും വിവരമുണ്ടോ സുധീഷേ? അതെ, സുഭാഷ് എന്നെ കിട്ടിയെന്ന് പറഞ്ഞു. കിട്ടിയോ? അതെ, ഇനി പേടിക്കണ്ടെന്ന് പറഞ്ഞാലേ സുഭാഷ് എണ്ണം കൂട്ടി ഞാൻ ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് നിധിക്കും എല്ലാവർക്കും സന്തോഷമായത്. നിധി പെട്ടെന്ന് നികേഷിനോടും ഭാസ്കരനോടും ഹരീഷിനോടും എല്ലാവരോടും സുഭാഷിനെ കണ്ടു കിട്ടിയ കാര്യങ്ങളൊക്കെ പറയണം. ഒടുവിലങ്ങനെ അവിനാശോടും ചാന്ദിനോടും ഒക്കെ യാത്ര പറഞ്ഞ് സുഭാഷ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ തിരികെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എല്ലാവരും ഓടി ഇറങ്ങി ചെന്നു. സുഭാഷിനെ കണ്ടപടി തന്നെ നികേഷ് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ ഒറ്റ കരച്ചിലായിരുന്നു. പിന്നീട് അതുപോലെ തന്നെയായിരുന്നു ഹരീഷും. എല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. ഈ സമയത്ത് നിധി ചോദിച്ചു, എന്ത് പരിപാടിയാണ് സുഭാഷ് ഏട്ടാ കാണിച്ചേ? സുഭാഷ് ഏട്ടൻ ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടായിരുന്നോ? ഒന്നുമല്ലേലും ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ചോ, നികേഷിനെക്കുറിച്ച് ചിന്തിച്ചോ, ഈ വീടിനെക്കുറിച്ച് ഇത്രയെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ, ഞാൻ അങ്ങനെയൊന്നും വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എന്നാലും ഇത്രയ്ക്ക് വലിയൊരു കൊടും ക്രൂരത ഞങ്ങളോട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഭാസ്കരൻ അങ്ങോട്ട് കയറി വന്നു. സുഭാഷ് പെട്ടെന്ന് അച്ഛാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുവാണ്. ഒരൊറ്റ അടിയായിരുന്നു കർണം തീർത്ത്. എന്ത് പരിപാടിയാടാ നീ കാണിച്ചേ? മറ്റുള്ളവരെ കുറിച്ച് നീ ചിന്തിച്ചോ? എടാ, ഇങ്ങനെയൊക്കെ പോവാനായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ എന്നേ വീട് വിട്ടു പോകാനും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ 2 ഭാര്യമാരെ കൊന്നത് ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് നാട് നീളെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പുറത്തിറങ്ങി കഴിയുമ്പോൾ ഓരോരുത്തർ ഓരോ കുത്തുവാക്കുകളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടോ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയോ? അല്ല, നിൻ്റെ അനുജന്മാരൊക്കെ എന്താ പറയണേ? അവരൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു വില തരുന്നുണ്ടോ? എന്നിട്ട് പോലും ഞാനതൊക്കെ കൂളായിട്ട് കേൾക്കും. ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയും. അങ്ങനെ പോവാനായിരുന്നു ഞാനല്ലായിരുന്നു ആദ്യം പോവേണ്ടത്. എടാ, ജാതകദോഷം, പെണ്ണ് വാഴത്തില്ല എന്നൊക്കെ പലതും പറഞ്ഞെന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണോ ചെയ്യേണ്ടത്? ഒന്നുമല്ലേലും ബുദ്ധിയും വിവരമുള്ളവനല്ലേടാ നീ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരിയാവും നിനക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ അവൻ ഇറങ്ങിപ്പോയിരിക്കുന്നു. നിന്നെയൊക്കെ ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും സുധീഷ് എന്നിട്ട് ചോദിച്ചു, സുഭാഷ് ചേട്ടനും വേദന എടുത്തോന്ന് ചോദിച്ചു. അച്ഛൻ തല്ലിയപ്പം ഇല്ലയെന്ന് പറഞ്ഞു. അച്ഛൻ തല്ലിയത് സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം, അച്ഛൻ്റെ മനസ്സിന് വേദന കൊണ്ടാണെന്ന് എനിക്കറിയാം. നിധി പറഞ്ഞു, അത് ശരിയാ, അച്ഛന് നല്ല സങ്കടം ഉണ്ടായിരുന്നു സുഭാഷ് ചേട്ടനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ. അച്ഛന് മാത്രമല്ല എല്ലാവർക്കും സങ്കടം ഉണ്ടായിരുന്നു. ഈ സമയം സുധീഷ് പറഞ്ഞു, അതെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവിടെ ചെല്ലുമ്പം കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, ആ ചാന്ദിനി ഉണ്ടല്ലോ, സുഭാഷ് ചേട്ടൻ്റെ ചപ്പാത്തിയും കറിയൊക്കെ എടുത്തു കൊടുക്കുമായിരുന്നു. സുഭാഷ് ചേട്ടൻ അത് കഴിക്കാൻ തുടങ്ങുമായിരുന്നു. ഇതിപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, എനിക്കങ്ങനെ കഴിക്കാൻ പറ്റുമോടാ, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. നികേഷ് പറഞ്ഞു, കള്ളം, അങ്ങനെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുമായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഈ സമയം ഹരീഷ് ചോദിച്ചു, സത്യമാണോ? അവിടെ നിന്ന് തന്നെയാണോ സുഭാഷ് ചേട്ടനെ കണ്ടു കിട്ടിയെന്ന് ചോദിച്ചു. അതെ, അവിടെ നിന്ന് തന്നെയാണോ ഹരീഷെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഇപ്പോഴാണ് ശരിക്കും ഒരു സമാധാനമായത്, ഇപ്പോഴാണ് ഒരു വിശപ്പൊക്കെ വന്നു തുടങ്ങിയത്. സുഭാഷ് ചോദിച്ചു, നിങ്ങളൊന്നും കഴിച്ചില്ലേ? പിന്നെ കഴിച്ചു, രാവിലെ തൊട്ട് ഇവിടെയാണൊരു വെള്ളം പോലും കുടിക്കാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും പാച്ചിലും മാത്രമായിരുന്നു. സുഭാഷ് ചേട്ടൻ ഇത് വല്ലതും അറിയണമെന്ന് ഹരീഷ് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങാം, എന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി ഒടുവിൽ ഭാസ്കരനെ എല്ലാം കൂട്ടി എല്ലാവരും സന്തോഷത്തോടെ ആഹാരം കഴിക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും ഒരു സമാധാനം വീണേ. സുഭാഷ് വീട്ടിലേക്ക് തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി സുഭാഷ് ഒരിടത്തേക്കും പോകത്തില്ല എന്ന് തൻ്റെ അനുജന്മാർക്ക് സത്യം ചെയ്തു കൊടുത്തു. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഈ വീട് വിട്ട് പോകത്തില്ല, തങ്ങളെ അറിയിക്കാതെ ഇങ്ങനൊരു പോക്കും പോയില്ലെന്ന്. അപ്പോഴാണ് ശരിക്കും അവർക്കും ഒരു സമാധാനമായത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.